ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിവിടെ പറയുന്നത് ഒരു സ്മാൾ ഹൗസിൻ്റെ പ്ലാൻ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അപ്പോൾ ഈ സ്മാൾ ഹൗസ് എന്ന് പറയുന്നത് ആകെ 300 സ്ക്വയർ ഫീറ്റേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ബെഡ്റൂം മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മളിൽ പലർക്കും ഒരാവശ്യമാണ് ഒരു സെക്കൻഡ് ഹൗസ് എന്നുള്ളത്. അതായത് കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കും ഒക്കെ നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു സെക്കൻഡ് ഹൗസ് എന്ന രീതിയിലും അതുപോലെ ചെറിയ വീട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു പ്ലാനാണിത്. സോ ഒരാൾക്കോ അല്ലെങ്കിൽ കപ്പിളായിട്ടോ അതുപോലെ ഒരു ന്യൂക്ലിയർ ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഹൗസ് മോഡലാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്മാൾ ഹൗസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ ആ ഒരു ഹൗസ് സ്മാൾ ആയിരിക്കണം. അതുപോലെ കോസ്റ്റ് കുറഞ്ഞ രീതിയിലായിരിക്കണം ആ ഒരു ഹൗസ് കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഏരിയ കുറഞ്ഞ വീടായിരിക്കണം. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് സിറ്റ് ഔട്ട്. ഇവിടെ നമ്മൾ ലെങ്ത് ആയിട്ടുള്ള സ്റ്റെപ്സാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ട് അവിടുന്ന് ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയയിലേക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഡൈനിങ് ആൻഡ് ലിവിങ് ഏരിയൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ തന്നെ ലിവിങ് ആൻഡ് ഡൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ലിവിങ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എൽ ഷേപ്പിൽ നമുക്ക് സെറ്റ് അറേഞ്ച് ചെയ്തിട്ട് ഇതൊരു ലിവിങ് ഏരിയ ആക്കി യൂസ് ചെയ്യുക. ഇവിടെയാണ് സ്റ്റെയർ അപ്പ് വരുന്നത്. ആൻഡ് ഇത് ലിവിങ് ഏരിയയും ഇവിടെ ഡൈനിങ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഇതാണ് ബെഡ്റൂം. ഒരു ബെഡ്റൂം മാത്രമാണ് ഈ ഒരു ഹൗസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ആയിട്ട് ടോയ്ലറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ആ ഒരു സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിന് താഴെയായിട്ടാണ്. സോ ഇത് ഇവിടുന്ന് ആക്സസ് ടോയ്ലറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് കിച്ചണാണ്. കിച്ചൺ ഡൈനിങ് ഹാളിൽ നിന്ന് നമുക്ക് കിച്ചണിലേക്ക് ആക്സസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ദെൻ ഇവിടെ നമ്മൾ സ്റ്റോർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ചെറിയൊരു വർക്ക് ഏരിയയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇതാണ് പുറത്തേക്ക് ഉള്ള സ്റ്റെപ്സും ഡോറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഹൗസിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓരോ സ്പേസും ഓരോ റൂമും എത്രയാണ് ലെങ്ത് ആൻഡ് വിഡ്ത്ത് വരുന്നത് എന്നുള്ളത് നോക്കാം. സിറ്റ് ഔട്ട് 1.5/2.5, ലിവിങ് ആൻഡ് ഡൈനിങ് വരുന്നത് 5/4.34, ബെഡ്റൂം 3.75/2. ഇതൊക്കെ പറയുന്നത് മീറ്ററിലാണ് കേട്ടോ. മീറ്ററിലാണ് മെഷർമെൻറ്റ്സ് പറയുന്നത്. അതുപോലെ കിച്ചൺ 2.5/3.5, സ്റ്റോറ് ഇത് 2.5/1.5 ആണ് കിച്ചൺ. ആൻഡ് വർക്ക് ഏരിയ 2.5/2. അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത സ്പേഷ്യസ് ആയിരിക്കില്ല. കാരണം കൂടുതൽ ആളുകൾക്ക് യൂസ് ചെയ്യാനുള്ളതല്ല. 1 ബെഡ്റൂം ഹൗസാണ്. അതുകൊണ്ട് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹൗസല്ല. സ്പേസ് കുറവായിരിക്കും. എന്നാൽ ഈ ഒരു കുറഞ്ഞ സ്പേസിൽ എല്ലാ ഫെസിലിറ്റീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഏരിയ വരുന്നത്. ദെൻ വിൻഡോസാണ് പറയാനുള്ളത്. വിൻഡോ നമ്മൾ ഇവിടെ ഡൈനിങ്ങിലും ലിവിങ്ങിലും രണ്ട് വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബെഡ്റൂമിൽ 2 വിൻഡോ, ടോയ്ലറ്റിലും സ്റ്റോറിലും വെന്റിലേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണിലും വർക്ക് ഏരിയയിലും വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു 1 ബെഡ്റൂം സ്മാൾ ഹൗസിൻ്റെ ഡീറ്റെയിൽസ് പറയാനുള്ളത്.